ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റെസിപ്പിയാണ്. നമുക്ക് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ, എന്നാൽ ഞാനൊരു വെറൈറ്റി രീതിയിൽ ഇങ്ങനെയും ചെയ്യാമെന്ന് ആണ് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആ കാണുന്ന ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസ് റൈസ് പൗഡറാണ്. അപ്പോൾ നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി എടുക്കുന്നോ അതനുസരിച്ച് വേണം അതിനകത്തുള്ള വാട്ടർ ആഡ് ചെയ്യുന്നതിന്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാൻ ഹാഫ് ഗ്ലാസും കൂടി അഡീഷണൽ വാട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വാട്ടർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ, നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. കാരണം മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആവാൻ ഈ ഓയിൽ ഒഴിക്കുന്നത് കൊണ്ട് സഹായിക്കും. ഇനി ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ, അഥവാ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉടച്ച് കളഞ്ഞ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കുക. അതിനാവശ്യമായ സാൾട്ടും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്മെല്ലും ആയിരിക്കും, മാവിൻ്റെ ആ ഒരു രീതിയും മാറും. അതുകൊണ്ട് നമ്മൾ ലോ ടു മീഡിയം, പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് തിളയ്ക്കുന്നില്ല, അതല്ലെങ്കിൽ ഇത് ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഫ്ലെയിം ഹൈ ആക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മീഡിയം ടു ലോയിലോട്ട് ആക്കണം. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് നമ്മൾ കൈവിടാതെ ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും. അതായത് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലോട്ട് മാറി വരും. ലാസ്റ്റ് നമുക്ക് നമ്മുടെ മാവ് വെള്ളമൊക്കെ പറ്റി കറക്റ്റ് പരുവായോ എന്ന് അറിയുന്നത് ഈ ഒരു രീതിയിൽ എത്തുമ്പോഴാണ്. അതായത് ആ പാത്രത്തിൽ നിന്നും വിട്ട് വരണം മാവ്. അപ്പോഴാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. ആ ഒരു ആവിയിലിരുന്ന് ഒന്നും കൂടി മാവൊന്ന് സെറ്റ് ആവണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ഓപ്പൺ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാവ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇടിയപ്പം പീച്ചാൻ പറ്റും. ഇനി നമുക്ക് ഇടിയപ്പം പീച്ചാനായിട്ട് ആ മാവ് ഈ ഒരു രീതിയിലോട്ട് മാറ്റിയെടുക്കാം. പല രീതിയിൽ ഇടിയപ്പം ചെയ്യാം. ചിലർ വെള്ളവും സാൾട്ടും കൂടി തിളപ്പിച്ചിട്ട് മാവിലോട്ട് ഒഴിക്കും. ചിലർ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് മാവിട്ടും ചെയ്യും. ഇതിപ്പം വേറൊരു രീതിയാണ്. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം കൂടുകയോ കുറയോ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് ആവശ്യമുള്ള വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് വെള്ളം പറ്റിച്ചെടുക്കുന്നത് കൊണ്ട് നല്ലൊരു കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടും. ഇനി നമ്മൾ സേവനാഴി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തെല്ലാം ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കണം കേട്ടോ. കാരണം മാവ് ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് ഇടിയപ്പത്തിന് ആവശ്യമായ തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ച് നല്ല രീതിയിൽ വെള്ളത്തിൽ കിടന്ന് വെന്തത് കൊണ്ട് മാവ് പീച്ചുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പീച്ചുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ പീച്ചാൻ സാധിക്കും. ഞാൻ പീച്ചുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാവ് ഭയങ്കര ടൈറ്റാണെന്ന്. പക്ഷെ അല്ല, നല്ല സോഫ്റ്റാണ്. ക്യാമറ അവിടെ ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾക്കത് തോന്നുന്നത്. അപ്പം നമുക്ക് 2 തട്ടിലും ഇടിയപ്പത്തിനുള്ള മാവ് പീച്ചിയെടുക്കാം. ഇപ്പോൾ 2 തട്ടിലും ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് പീച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം.
അപ്പോൾ ഇടിയപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണ്. ബാക്കി മാവ് ഞാൻ വേറൊരു അച്ചിലാണ് പീച്ചുന്നത്. ഏറ്റവും ചെറിയ അച്ചുണ്ടല്ലോ, അത് വെച്ചാണ് ബാക്കിയുള്ള മാവ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 രീതിയിലുമുള്ള അല്ലെങ്കിൽ 2 സൈസിലുമുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എപ്പോഴും നിങ്ങളെല്ലാം ഒരുപോലെയല്ലേ ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇനി ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം വെള്ളം കൂടി പോകുന്നുള്ളൊരു ടെൻഷനും വേണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.